ഹായ് സ്റ്റൗട്ട് ടോപ്പ് സ്റ്റോറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് ഒരു ഗ്രീൻ പീസ് പുലാവ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ വീഡിയോയിലോട്ടേക്ക് കടക്കാം. ഇതിനു വേണ്ടി നല്ല ഫ്രഷ് ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട് 1 കപ്പ്. ഇനി ഒരു സവാള, ഒരു കഷ്ണം ഇഞ്ചി, 4 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി. ഇതൊന്ന് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇനി ഇതിന് വേണ്ടി ഗ്രാമ്പൂ, ഏലക്ക, പട്ട, തക്കോലം, ബേ ലീഫ് എടുത്തിട്ടുണ്ട്. ഇനി ഒരു കുക്കർ വെച്ച് കുക്കർ ഒന്ന് ചൂടായി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യ് ചൂടായി വരുമ്പോൾ ഈ മസാലകളൊക്കെ ഒന്ന് ചേർത്ത് അതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ വരുന്നത് വരെ ഒന്ന് വറുത്തെടുക്കുക. ഇനി അതിനകത്തേക്ക് ഒരു സവാള ചേർത്ത് വഴറ്റിയെടുക്കുക. സവാളയൊക്കെ ഒന്ന് ചെറുതായിട്ട് വഴന്നു വരുന്നുണ്ട്. ഇനി നമുക്ക് നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് ഇതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്ന വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളകും കൂടെ നീളത്തിൽ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി ഇതിനകത്തേക്ക് കുറച്ച് കാഷ്യൂസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാഷ്യൂസ് ചേർത്താൽ കൂടുതൽ ടേസ്റ്റിയാണ്. അപ്പോൾ കാഷ്യൂസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്, നമ്മളടുത്തുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിനകത്തേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച 1 കപ്പ് ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കുക. ഗ്രീൻ പീസ് ചേർത്ത് ചെറുതായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ കഴുകി വെച്ച ബസ്മതി റൈസ്, 1 കപ്പ് ബസ്മതി റൈസാണ് എടുത്തത്. ഇതും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു 1-2 മിനിറ്റ് നേരമെങ്കിലും ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നമുക്ക് ഗ്രീൻ പീസും റൈസും കൂടെ. ഇനി നമുക്കിതിനകത്തേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. 1 കപ്പ് ബസ്മതി റൈസിന് 1.5 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സായി വന്ന ശേഷം നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. വെള്ളം ആഡ് ചെയ്ത് കൊടുത്ത ശേഷം ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് കുക്കർ അടച്ചു വെച്ച് വേവിക്കാം. 1 വിസിൽ വരുന്നവരെയാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കുക്കറിൽ 1 വിസിൽ വന്നിട്ടുണ്ട്. ഇനി ഈ കുക്കറിൽ സ്റ്റീമൊക്കെ പോയ ശേഷം നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കുക്കർ തുറക്കാനായിട്ടുണ്ട്. നമ്മുടെ ഗ്രീൻ പീസ് പുലാവ് തയ്യാറായിട്ടുണ്ട്. നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. റൈസ് ഒന്നും ഉടഞ്ഞു പോകാത്ത രീതിയിൽ മെല്ലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. കൂടാതെ ഗ്രീൻ പീസ് വളരെ ഹെൽത്തിയാണ്. ഇതിനകത്ത് ധാരാളം പ്രോട്ടീൻസും ഫൈബറും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. നമുക്കിതിനകത്തേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പുലാവൊക്കെ റെഡിയായി. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഈ പുലാവിൻ്റെ കൂടെ തൈരും ചിക്കൻ കറിയും ദാൽ ഫ്രൈയും ഒക്കെ നല്ല കോമ്പിനേഷനാണ്. ഇനി ഇതൊന്നും ഇല്ലെങ്കിലും അച്ചാറും പപ്പടവും കൂട്ടി കഴിച്ചാലും നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.